മനുഷ്യർക്ക് ലഭിക്കുന്ന തരത്തിൽ തന്നെ മൃഗങ്ങൾക്കും ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വീട്ടുമുറ്റത്ത് സേവനവും മരുന്നുകളും എത്തിക്കുന്ന സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ശസ്ത്രക്രിയ വരെ നടത്തുന്ന ഉപകരണങ്ങളും ജീവനക്കാരുമായി വാഹനങ്ങളിലൂടെ കർഷകരിലേക്ക് എത്തുകയാണ്. അന്യസംസ്ഥാനത്ത് നിന്നെത്തിക്കുന്ന ഉരുക്കളിൽ നിന്ന് കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിലെ പശുക്കളിൽ വരുന്നുണ്ട്. അത്തരം ഉരുക്കളെ 14 ദിവസം ക്വാറന്റൈൻ ചെയ്യിപ്പിച്ച് മാത്രമേ ഒരുമിച്ച് ചേർക്കാവൂ. നാട്ടിൽ ഇതിന്റെ പരിഹാരം ലക്ഷ്യമിട്ട് വിവിധ ജില്ലകളിൽ കിടാരി പാർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 30 എണ്ണത്തെ വളർത്തി വിൽപ്പന നടത്തുന്നതിനാണ് നടപടി കൈക്കൊള്ളുന്നത്. കർഷകരെ സഹായിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവ പ്രയോജനപ്പെടുത്താൻ കർഷകരും സംഘങ്ങളും മുന്നോട്ട് വരണം. പശുക്കളെ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നും പാലുൽപാദനം കൂട്ടാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാക്കണമെന്നും മന്ത്രി പറഞ്ഞു. നിൽക്കുന്നത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. എങ്ങനെയാണ് കേരളത്തിന് 2ാം സ്ഥാനം എത്തിച്ചേരുവാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇന്ന് 95% സങ്കരയിനം പശുക്കളാണ്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചാൽ കേരളത്തിലെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് ആവശ്യമുള്ള ബീജം കേരളത്തിൽ നമുക്ക് സ്വരൂപിക്കുവാനും അത് കേരളത്തിലെ ക്ഷീരകർഷകരിൽ എത്തിക്കുവാനും ആ ബീജ ഉൽപ്പാദനത്തിലൂടെ ഏറ്റവും നല്ല പശുക്കളെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇടയിലേക്കാട് ക്ഷീര സഹകരണ സംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പരിധിയിൽ ക്ഷീരമേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. ക്ഷീരകർഷകരെ സെമിനാറിൽ ഗുണമേന്മയുള്ള പാല് ഉൽപാദനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ പി വി മനോജ് കുമാറും കന്നുകാലികളിലെ രോഗങ്ങളും പരിഹാര മാർഗങ്ങളും വിഷയത്തിൽ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വന്ദന മോഹനനും ക്ലാസ് എടുത്തു. സംഘാടക സമിതി ചെയർമാൻ കെ മധുസൂദനൻ, പി നാരായണൻ, കെ സുധാകരൻ, വി സജീവൻ, വി കെ ബാവ, എ ജി അജിത് കുമാർ, പി പ്രസന്നകുമാരി, പി മുഹമ്മദ് അസ്ലം, പി കെ ലക്ഷ്മി, ഡോക്ടർ സംഗീത മോഹനൻ, കെ രമ്യ, പി ശ്യാമള, കെ വി രജിത, എം സുമേഷ്, കെ അനിൽകുമാർ, ഗാദർ പാണ്ഡ്യാല, കെ അജിത, പി എ രാജൻ, കെ സുമേശൻ, എ മേഘ, കെ നാരായണൻ, എം ഗംഗാധരൻ, കെ മനോഹരൻ, ഉസ്മാൻ പാണ്ഡ്യാല, വി കൃഷ്ണൻ, ഒ കെ ബാലകൃഷ്ണൻ, പി ഗോവിന്ദൻ, എൻ ദേവരാജൻ, എം താരേഷ് കുമാർ, പി മനോജ് കുമാർ, പി രജിമ എന്നിവർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്കിന് കീഴിലുള്ള 35 ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നായി 450 പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.